2009 മോഡലാണ്. മാരുതി 800 MBF AC വണ്ടിയാണ് ഇത്. വണ്ടി 2007-8 രജിസ്ട്രേഷൻ മഹേന്ദ്ര ലോഗനാണ്. അടുത്തതായി 2012 മോഡൽ I-10 ആണ്. ഇത് വണ്ടി സെക്കൻഡ് ഓണർഷിപ്പാണ്. വെറും 35,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അടുത്ത ഏറ്റവും പുതിയ വണ്ടി ഇവിടെ കാണുന്ന ഏറ്റവും ലേറ്റസ്റ്റ് വെഹിക്കിളാണ്. വെറും 5 മാസത്തെ പഴക്കമുള്ളൂ. ഈ വർഷത്തെ വണ്ടിയാണ്, 2024 വണ്ടിയാണ്. വെറും 2000 കിലോമീറ്ററിനകത്ത് വണ്ടി ഓടിയിട്ടുള്ളൂ. അടുത്തതായി 2022 മോഡൽ ഹ്യുണ്ടായി I-10 ഗ്രാൻഡ് ന്യൂസ്. വെറും 9,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ്. ഈ ടോപ്പ് ആൻഡ് ആസ്ത. അടുത്തത് 2002 സാൻഡ്രോ ആണ്. സാൻഡ്രോ സിബ്രൈവ് ആണ്. ഇത് വന്നിട്ട് വണ്ടി 2002 വണ്ടിയാണ്. 2027 വരെ പേപ്പറുണ്ട്. ഹായ് ഫ്രണ്ട്സ്, സനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് തിരുവനന്തപുരം OLX എന്ന് പറയുന്ന ഷോപ്പിലാണ് വന്നേക്കുന്നത്. ഷോപ്പ് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയിൽ ചിരിക്കുട്ടൻ എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ ഷോപ്പിലാണ് വന്നേക്കുന്നത്. അപ്പം അറിയാമല്ലോ, ലോ ബഡ്ജറ്റ് വണ്ടികൾ എന്ന് പറയുന്ന വണ്ടികൾ തോനെയും കിട്ടുന്ന ഒരു ഷോപ്പാണ്. അതിൽ തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി കാസും കിടപ്പുണ്ട്. അപ്പം ലോ ബഡ്ജറ്റ് വണ്ടികൾ കാണാനും അല്ലാതുള്ള വണ്ടികളും കാണാനും താല്പര്യപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. എല്ലാം ലോ ബഡ്ജറ്റ് വണ്ടികൾ മാത്രമല്ല ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. കുറച്ചല്ലാതെ നല്ല വണ്ടികളും കൂടി, ഐ മീൻ നല്ല വണ്ടി എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി, കുറച്ചുകൂടി ക്വാളിറ്റിയും പ്രൈസും ഒക്കെ ആവുന്ന ടൈപ്പുള്ള വണ്ടികൾ. എന്നാലും സാധാരണഗതി എല്ലാവരും, നിങ്ങൾ തന്നെ പറയുന്നതാണ്, ഇദ്ദേഹത്തിൻ്റെ കടയിൽ വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെക്കാളും വില കുറവാണെന്നുള്ളത്. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് നോക്കി നല്ല വണ്ടികളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വണ്ടികൾ നിങ്ങൾക്ക് കിട്ടുമെന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മളെ പുതിയ വീഡിയോയിലേക്ക് പോവുകയാണ്. അപ്പോൾ കണ്ടല്ലോ, ഇതാണ് ചിരിക്കുട്ടാണ്. അവൻ്റെ പേരെന്തോ സത്യത്തിൽ? ഒറിജിനൽ പേര് റോജിൻ. റോജിൻ. ഇത്രയും നല്ലൊരു പേരിരുന്നിട്ട് എൻ്റെ മനസ്സിൽ ചിരിക്കുട്ടാണ് കൊടുക്കുന്നത്. അപ്പം ഈ സ്ഥാപനം എല്ലാവർക്കും അറിയായിരിക്കും. ഈ ഞാൻ കണ്ടുപിടിച്ച പോലെ വെച്ച് കണ്ടുപിടിക്കാൻ പാടുപെടുന്നവർക്ക് വേണ്ടി മാത്രം ഒന്ന് പറഞ്ഞോ, എങ്ങനെയാണ് വരേണ്ട കറക്റ്റ് റൂട്ട് എന്ന് പറഞ്ഞോട്. നോർമലി വരുന്ന തിരുവനന്തപുരം വരുന്നവർക്കാണെങ്കിൽ ട്രിവാൻഡ്രം എപ്പോഴും നമ്മളിവിടെ ഹൈവേ തന്നെയാണ്, എപ്പോഴും ബസ്സുണ്ട്. നാറുകോൽ, കളിക്കുള്ള, നേറ്റിങ് ഏത് ബസ്സിൽ കയറി നമുക്ക് ഇവിടെ ഫ്രണ്ട് ചെയ്ത് ഇറങ്ങാം. അവിടെ കയറി തിരുവനന്തപുരം നേറ്റിങ്കര, അമരവള, താന്നിമൂട് ജംഗ്ഷനിൽ ബസ് ഇറങ്ങിയാൽ ജസ്റ്റ് ഇവിടെ നടന്നിങ്ങി വരാം. ഇത്രയേ ഉള്ളൂ പാട്. ഞാൻ കൊല്ലത്തുനിന്നൊക്കെ ചവിട്ടി തെളിച്ച് വന്നപ്പോൾ ഒരു സമയമായെന്നുള്ളതേ ഉള്ളൂ. അപ്പം ഇല്ല, ദൂരെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ഉണ്ട്. അല്ല, ഞാൻ പറഞ്ഞേ, എനിക്ക് ഈ സ്ഥലം ഇത് ചോദിച്ചു പിടിച്ച് ഞാൻ 10 മണിക്ക് ഞാൻ പറയില്ലേ, അവിടെ നിന്ന് ഇറങ്ങി 10 മണിക്ക്, ഞാൻ വന്നത് 3 മണിക്കാണ്. അതാ ഞാൻ പറഞ്ഞത്, ചവിട്ടി എത്തട്ടെ. അതെ, ഈ സ്ഥാപനത്തിൽ ഇപ്പം കിടക്കുന്ന ഏറ്റവും ലോവസ്റ്റ് വണ്ടി എത്ര രൂപയുടെ? ലോവസ്റ്റ് വണ്ടി 60 രൂപ ആ ബഡ്ജറ്റ് റേഞ്ചാണ്. പിന്നെ ഉള്ള ചോദ്യം പറഞ്ഞാൽ, ഇപ്പം മോഡലുള്ള വണ്ടിയാണെങ്കിലും നിങ്ങൾ മാത്രം എങ്ങനെയാണ് ഇത്രയും വില കുറച്ച് കൊടുക്കുന്നത്? പറയൂ. നമുക്ക് കൂടുതൽ നമുക്ക് കമ്പനി ബേസ് ആണ് ഈ വണ്ടികൾ കൂടുതൽ വരുന്നത്. പക്ഷേ നമ്മൾ ഇപ്പോൾ കമ്പനി ബേസ് പാർക്കിംഗ് സെയിലും അങ്ങനെയാണ് കൂടുതൽ. അതാണ് നമുക്ക് കസ്റ്റമർ ഡയറക്റ്റ് ആണ് മാക്സിമം വരുന്നത്. അതാണ് ആ വില കൊടുക്കാൻ വരുന്നത്. അതുകൊണ്ടാണ് ഇത്രയും വില കുറച്ച് വരുന്നത്. ബാക്കി കടക്കാരെ ചീത്ത വിളിക്കുമ്പോൾ അത് ആലോചിക്കണം അല്ലേ? അത് ആലോചിക്കണം. അപ്പോൾ നമുക്ക് വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ഓക്കെ, ശരി. ഇത് വണ്ടി 2007-8 രജിസ്ട്രേഷൻ മഹേന്ദ്ര ലോഗനാണ്. സിംഗിൾ ഓണർഷിപ്പാണ്. 62,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളത്. വേറെ റീപ്ലേസ്മെൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററി വേറെ ഒന്നുമില്ല. വണ്ടി നല്ല ക്വാളിറ്റി വണ്ടിയാണ്. ലോഗൺ സത്യം ഇപ്പോൾ സിംഗിൾ ഓണർ ക്വാളിറ്റി വണ്ടിയിട്ട് വളരെ ചുരുക്കമാണ്. കാരണം വെച്ചാൽ വണ്ടി അത്യാവശ്യം എനിക്കുള്ള ഒരു 23 to 25 റേഞ്ച് മൈലേജ് കിട്ടുന്നുണ്ട്. ടാക്സി പർപ്പസിന് ഒരുപാട് ആൾക്കാർ വണ്ടി യൂസ് ചെയ്തിട്ടുണ്ട്. ഡീസലാണ്. നല്ല വെൽ മെയിൻറ്റൈൻഡ് വണ്ടിയാണ്. 62,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. എത്ര ചോദിക്കുന്നത്? ചോദ്യം ഓടി 62,000 കിലോമീറ്റർ. ചോദ്യം നമ്മൾ 1.35 മാക്സിമം ആണ്. എന്നാലും കുഴപ്പമില്ല, എന്തെങ്കിലും ചെറിയ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ടയർ ഇച്ചിരി മോശമാണ്, മാറി കൊടുക്കുമോ? അയ്യോ ഇല്ല, നല്ലൊരു കണ്ടീഷനിലാണ്. പിന്നെ വേറെ സത്യം നമുക്ക് ബാക്കിൽ സീറ്റ് വാങ്ങിയത്, ആ സീറ്റ് അവൻ്റെ ഇതിൽ പ്ലാസ്റ്റിക്കിനുണ്ട്, അത് നേരെ പൊടിച്ചിട്ടില്ല. അങ്ങനത്തെ യൂസ് ചെയ്യുന്ന വണ്ടിയാണ്. കണ്ടോ, 62,000 കിലോമീറ്റർ ഓടിയിട്ടും പൊട്ടിച്ചിട്ടില്ലേ? കണ്ട ബാക്ക് സീറ്റ് ഉണ്ടോ? അത് കണ്ടു. അങ്ങനെ അത്രയ്ക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വണ്ടിയാണ്. ഓക്കെ, അത്രയ്ക്ക് വിശ്വസനീയമാണ്. നേരിട്ട് അറിയാവുന്ന വണ്ടിയാണ്. അതെ. വേറെ റീപ്ലേസ്മെന്റ്സ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? കേട്ടില്ല. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. എത്ര ചോദിക്കുന്ന? 1.35. നല്ല ക്വാളിറ്റി വണ്ടി. 23 മോഡൽ, മൈലേജ് കൺഫേം. ജെനുവിൻ കിലോമീറ്റർ. 2023 മോഡല്, 2021 മോഡല് ഓട്ടോ 800 LXi സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. കിലോമീറ്റർ 24,000 കിലോമീറ്റർ. 24,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് ഒന്നുമില്ല. ഇത് ബേസ് മോഡലാണോ? ബേസ് മോഡലാണ്. LXi AC ബസ്സിൽ ഫ്രണ്ട് ടു പവർ ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. എത്ര ചോദ്യം? നമ്മൾ 3.55 ചോദ്യം. നമുക്ക് വേണമെങ്കിൽ ഈ വണ്ടി ഫുൾ ഓണിലും കൊടുക്കാം. ഫുൾ ഓൺ കിട്ടും. ഇത് വണ്ടി 2005 മോഡൽ MBFI ആണ്. AC വരുന്ന മോഡലല്ല, സ്റ്റാൻഡേർഡ് മോഡലാണ്. നമുക്ക് 2025 വരെയാണ് പേപ്പർ വരുന്നത്.
റീപ്ലേസ് ഫ്രണ്ട് ഗ്ലാസ് മാറിയിട്ടുണ്ട്. ഫ്രണ്ട് ഗ്ലാസ് ബോണറ്റ് ഒന്നും മാറിയിട്ടില്ല, ഫ്രണ്ട് ഗ്ലാസ് മാത്രം. അത് വീഴുന്നതായിരിക്കണം. 60 രൂപയാണ് ചോദിക്കുന്നത്. 60 രൂപ. ടയറിലെ നല്ല ടയറും കൊള്ളാം. 25. അത് ടെസ്റ്റ് അടുത്ത വർഷം ടെസ്റ്റ്. ഇനി നെറ്റ് 1 വർഷമുള്ള പേപ്പറുണ്ട്. അടുത്തതായി 2009 മോഡലാണ്. മാരുതി 800 MBF AC വണ്ടിയാണ്. AC ആണ്. AC വണ്ടി പുതിയ പേപ്പർ 2029 വരെ പേപ്പറുണ്ട്. 29 വരെ പേപ്പറുണ്ട്. MBF AC ഉണ്ട്. AC വർക്കിംഗ് ആണ്. റീപ്ലേസ്മെന്റ്സ് വല്ലതും ഉണ്ടോ? ഇത് ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. ഇതിന്റെ ബോണറ്റ് മാറിയിട്ടില്ല. വേറെ വലിയ ഇടിയല്ല, വേറെ എന്തെങ്കിലും മാറിയതാണ്. എത്ര കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ? 94,000. ജെനുവിൻ കിലോമീറ്റേഴ്സ് ഒക്കെ ആണോ? ജെനുവിൻ കിലോമീറ്റർ. വേറെ അപാകതകൾ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? വേറെ അപാകതകൾ പറഞ്ഞില്ല. ആ ഒരു ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ്മെന്റ് മാത്രമേ ഉള്ളൂ. ടയേഴ്സ് ഒക്കെ നല്ലത്. ടയേഴ്സ് എല്ലാം കൊള്ളാം. വെൽക്കം ചെയ്തിട്ടുണ്ട്. എത്ര ചോദ്യം? ഇത് നമ്മൾ 95 ചോദിക്കുന്നത്. 95. എന്തെങ്കിലുമൊക്കെ കുറയോ? എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. വീണ്ടും ഞാൻ പറയാം, എന്തെങ്കിലുമൊക്കെ കുറയോ? ഉറപ്പാടെ കുറയും. അടുത്തത് 2002 സാൻഡ്രോ ആണ്. സാൻഡ്രോ സിബ്രൈവ് ആണ്. ഇത് വന്നിട്ട് വണ്ടി 2002 വണ്ടിയാണ്. 2027 വരെ പേപ്പറുണ്ട്. വണ്ടി നല്ല ക്വാളിറ്റി വണ്ടിയാണ്. AC ഉണ്ട്, പവർ സ്റ്റിയറിംഗ് ഉണ്ട്, എല്ലാം വർക്കിംഗ് ആണ്. ഓൺഷിപ്പ് സെക്കൻഡ് ഓൺഷിപ്പ്. എല്ലാം ഉള്ളതാണ്. കൂളിംഗ് എല്ലാം ഉള്ള വണ്ടിയാണ്. പവർ സ്റ്റിയറിംഗ് ഡോർ മാനുവലാണ്. AC പവർ വണ്ടി അത്യാവശ്യം ഇന്ത്യ എല്ലാം നല്ല വൃത്തിയുണ്ട്. വണ്ടിയും ക്വാളിറ്റി ഉണ്ട്. ഇപ്പോൾ പഠിക്കുന്നവർക്ക് അത്യാവശ്യം ബഡ്ജറ്റ് കുറഞ്ഞ വണ്ടി യൂസ് ചെയ്യുന്നവർക്ക് പറ്റിയ വണ്ടിയാണ്. കിടക്കുന്ന കണ്ടീഷൻ ഇല്ല. വേറെ ഈ കിടക്കുന്ന കണ്ടീഷൻ ഇല്ല. ഈ കിടക്കുന്ന തീരെ മോശമല്ല. അതൊരു സൈഡ് ചെളി അടിച്ചു ഉടനെ കുഴപ്പമില്ല. കറക്റ്റ് കിടക്കുന്ന കണ്ടീഷൻ. ഇത് നമ്മൾ 60 രൂപയ്ക്കാണ് കൊടുക്കാം. 60 രൂപ ചെയ്യാത്തത് അത്ര പഠിച്ചില്ല. കാരണം AC ഉണ്ട്, പാസിലുണ്ട്, 27 പേപ്പറും ഉണ്ട്. വണ്ടി ഓട്ടിങ്ങുള്ള വേറെ അടിപൊളി സൗണ്ടുള്ള വേറെ കാര്യങ്ങളൊന്നുമില്ല. പക്ക വന്ന് ഓടിച്ച് നോക്കിയിട്ട് എടുത്താൽ മതി. അടുത്തതായി 2012 മോഡൽ I10 ആണ്. ഇത് വണ്ടി സെക്കൻഡ് ഓൺഷിപ്പാണ്. വെറും 35,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഒരു റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ക ക്വാളിറ്റി വണ്ടിയാണ്. AC മാത്രമാണ്, പവർ സ്റ്റിയറിംഗ് ഇല്ല ഈ വണ്ടിയിൽ. AC മാത്രമേ ഉള്ളൂ, പവർ സ്റ്റിയറിംഗ് അല്ല. ഒന്നുമില്ല. പക്ക ക്വാളിറ്റി വണ്ടി. വെറും 35,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ജെനുവിൻ കിലോമീറ്റർ ഈസ്റ്റ് ഉൾപ്പെടെ ഉള്ളതാണ്. സെൻട്രൽ ലോക്കെല്ലാം ഉണ്ട്. ഇത് നമ്മൾ 1.75 ചോദ്യം. ശരിയായിട്ട് വൈകിയില്ല, ചെറിയ ചെയ്ത് കൊടുക്കുക. മാക്സ് ലോണും കിട്ടി വണ്ടിയിൽ. മാക്സ് ഫുൾ ലോൺ കയറും. ട്രാക്കോലാസാണ് ഫുൾ ലോൺ കയറും. അടുത്ത വാഗണറാണ്. ഇത് വണ്ടി 2007 മോഡൽ വണ്ടിയാണ്. 2027 വരെ പേപ്പറുണ്ട്. പിന്നെ ഇതിൽ ഫ്രണ്ട് ഗ്ലാസ് മാറിയിട്ടുണ്ട്. ബോണറ്റ് മാറിയിട്ടില്ല, ഫ്രണ്ട് ഗ്ലാസ് മാത്രം. മനസ്സിലായി. വണ്ടിയല്ല വൃത്തിൻ്റെ ഓട്ടിക്കാനൊക്കെ വലിയ കുഴപ്പമില്ല. പിന്നെ അറിയില്ല, പഴയ മോഡൽ വണ്ടിയില്ല. നമ്മൾ ചെറിയ പ്രശ്നം ചെറിയ ഉണ്ടാവും. പിന്നെ 100% നമ്മൾ പെർഫെക്റ്റ് പറയൂല. VX ആണ്. VX വേരിയൻ്റാണ്. 80,000 കിലോമീറ്റർ. ഇത് നമ്മൾ 1.15 കൊടുക്കാം. 1.15 മാക്സിമം അല്ലെ ചെറിയ രീതിയിൽ കൂടെ ചെയ്യാം. ഇത് വണ്ടി ഹ്യുണ്ടായി ഇയോൺ 2012 വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. വേറെ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല ക്വാളിറ്റി വെഹിക്കിളാണ്. ഒന്നുമില്ല. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. AC പാസിന് ഫ്രണ്ട് ടൂർ പവറിൻ്റെ എറാ പ്ലസ് ആണ്. വാട്ടർ സർവീസ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് 1.80 ചോദ്യം. പിന്നെ നെഗോഷ്യബിളാണ്. റിവേഴ്സ് സെൻസറൊക്കെ ചെയ്തിട്ടുണ്ട്. എക്സ്ട്രാ ചെയ്തതാണ്. അല്ല വണ്ടി ഓട്ടിക്കാനും പക്കയാണ്. ഒന്നും പല പെട്രോൾ അടിക്കാൻ ഓടുക. അത്രേ ഉള്ളൂ. തീർച്ചയായിട്ടും. 2007-8 രജിസ്ട്രേഷൻ. സെൻഎസ്റ്റിലോ തേർഡ് ഓൺഷിപ്പാണ്. പക്ഷേ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. വണ്ടികളെ AC ഉണ്ട്, പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് ടൂർ പവറിൻ്റെ വരുന്നുണ്ട്. അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഇല്ല, എക്സ്ട്രാ വേറെ ഒന്നും ചെയ്തിട്ടില്ല. സ്റ്റോക്ക് കണ്ടീഷൻ. അതെ. ടയർ ഫ്രണ്ട് 2 പുത്തൻ ടയറാണ്. റീപ്ലേസ്മെന്റ്സ് വല്ലതും ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ബാക്ക് ആവറേജ്. ഫ്രണ്ട് 2 പുതിയ ടയറാണ്. പുതിയ ടയർസാണ്. എത്ര ചോദ്യം? ഇത് നമുക്കൊരു 95 രൂപ കൊടുക്കാം. 95 അല്ലെന്തെങ്കിലും അടിച്ച് കൊടുക്കാം. സർവീസ് ചെയ്ത് പോളിഷ് ചെയ്തല്ലേ കൊടുക്കുള്ളൂ? അതോ വാട്ടർ സർവീസ് കൊടുക്കും. വാട്ടർ സർവീസ്. പിന്നെ വേണമെങ്കിൽ എക്സ്ട്രാ വർക്ക് ചെയ്ത് കൊടുക്കാം. പക്ഷെ അത് പേയ്മെന്റ് ആവും. കുറഞ്ഞ വണ്ടികൾക്കല്ലേ അങ്ങനെ? നല്ല വണ്ടികൾ ക്ലിയർ ചെയ്ത് കൊടുക്കും.
ഇതിന് ലോൺ സൗകര്യം ഒന്നും കിട്ടൂലേ? ലോൺ സൗകര്യം കിട്ടില്ല. ഇല്ല. അടുത്ത് 7-8 രജിസ്ട്രേഷൻ 10 മുകളിലോട്ടാണ് ലോൺ വരുന്നത്. അപ്പോൾ ഇനി പേപ്പറൊക്കെ എത്ര നാളും കൂടി ഉണ്ട്? 28 വരെ ഉണ്ട്. 28. 4 വർഷമുണ്ട്. അടുത്തത് 2019 റെലാട്ട് ക്യൂഡ് RX എന്ന് പറയുന്ന വേരിയൻ്റ് ആണ്. AC പോസിറ്റീവ് ഫ്രണ്ട് ടു പവറിൻ്റെ വരുന്ന വേരിയൻ്റ് ആണ്. പിന്നെ എയർ ബാഗ് വരുന്നുണ്ട്. വേറെ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. 23,000 കിലോമീറ്ററാണ് അപ്പോൾ ഓടിയിട്ടുള്ളത്. 23. ഇതിന് ഏകദേശം മൈലേജ് ഒക്കെ വോൾട്ടയുടെ മൈലേജ് ഒക്കെ കിട്ടുമോ? അതിന് 20-21 വരെ കിട്ടും മൈലേജ്. അത്രയും കിട്ടും. നല്ല മൈലേജും സ്പേസ് ഉണ്ട്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ട്രിവാൻഡ്രം വണ്ടിയാണ്. പക്ക നല്ല ക്വാളിറ്റി ഉണ്ട്. എത്ര ചോദ്യം? നമുക്കൊരു 340 കൊടുക്കാം. 340. ഫുൾ ലോൺ കയറും. ചേട്ടാ വിലകൾ നോക്കിയും കണ്ട് തന്നെയല്ലേ പറയുന്നത്? 2019 വണ്ടിയാണ്. അപ്പോൾ പുറത്ത് കിട്ടുന്നതിനേക്കാളും അത്യാവശ്യം നല്ല വില കുറച്ച് തന്നെയാണ് കൊടുക്കുന്നത്. തീർച്ചയായിട്ടും. ഉറപ്പാണ്. തീർച്ചയായിട്ടും. കാരണം അതുകൊണ്ടാണ് ഇത്ര നിങ്ങളെ ചാനൽ ഇത്ര പേര് പറഞ്ഞത് അറിയാലോ. നിങ്ങളടുത്ത് വന്ന് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എനിക്ക് പേടി ഈ 3 ലക്ഷം 4 ലക്ഷം ഒക്കെ പറയുമ്പോൾ ഇത് വില കൂടുതൽ മോഡലും ഉണ്ട് വണ്ടി. അല്ല, അപ്പൊ അവര് പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ യവൻ പോയതിന്റെ പേര് അവിടെയും വില കൂടിയെന്ന് പറയും. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. മനസ്സിലായി. അടുത്തതായി വരുന്നത് 2014-15 1-ാം മാസം രജിസ്ട്രേഷൻ സ്വിഫ്റ്റ് ഡിസയർ പെട്രോൾ. ഇത് വണ്ടി 90,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. സെക്കൻഡ് ഓൺഷിപ്പ് വണ്ടിയാണ്. വേറെ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ക ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. വേറെ പറയത്തക്ക പ്രശ്നങ്ങളൊന്നുമില്ല. ഇതിന്റെ പേപ്പറും കാര്യങ്ങളും 2014 ലാസ്റ്റ് 15 ജനുവരി രജിസ്ട്രേഷൻ ആണ്. ഓക്കെ. റീപ്ലേസ്മെന്റ് ആയിട്ട് ഒന്നുമില്ല. എത്ര ചോദിക്കുന്നേ? എത്ര ചോദ്യം നമ്മൾ 410 ചോദിക്കുന്നത്. 410 2015 മോഡൽ. 2030 വരെ പേപ്പറുണ്ട്. VX പെട്രോൾ. AC പോസിറ്റീവ് ഫോട്ടോ പൗഡർ, സെൻട്രൽ ലോക്ക്, കമ്പനി മ്യൂസിക് സിസ്റ്റം, ഡീഫോഗർ, പിന്നെ സ്റ്റിയറിംഗ് അഡ്ജസ്റ്റബിൾ എല്ലാം വരുന്നതാണ്. അടുത്ത i20 ഡീസൽ. ഇത് വണ്ടി 2012 മോഡല്. സിംഗിൾ ഓണർഷിപ്പ്. വെറും 44 കിലോമീറ്റർ ഓടുള്ളൂ. ഒരു റീപ്ലേസ്മെൻറ്റോ കാര്യമൊന്നുമില്ല. പക്ക ഇഷ്ടമുള്ള വെഹിക്കിൾ. യാതൊരു അപാകതകളും ഇല്ല. 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ് വരുന്നത്. നല്ല മൈലേജ് 23-24 നെറ്റ് മൈലേജും കിട്ടും. ഡീസൽ. ടയേഴ്സ് ഒക്കെ കൊള്ളാം. ആവറേജ് ടയർ ഉണ്ട്, കുഴപ്പമില്ല. റീപ്ലേസ്മെന്റ്സ് ഒന്നുമില്ല. പക്ക നല്ല ക്വാളിറ്റി വണ്ടി. ഇത് വേരിയന്റ് ഏതാണ്? മാഗ്ന എന്ന് പറയാം. മാഗ്ന എന്ന് പറയുമ്പോൾ മിഡിലാണോ ടോപ്പാണോ? ടോപ്പല്ല. ഇതിന്റെ അടുത്ത് തന്നെ ഓപ്ഷൻ വരും. അപ്പൊ എത്ര ചോദ്യം? നമുക്കൊരു 375 എന്തെങ്കിലും അടിച്ചു കൊടുക്കാം. എത്ര രൂപ ഇറക്കാം? ലോൺ നമുക്കൊരു 3-3.25 ആ റേഞ്ച് ലോൺ കിട്ടും. നല്ല പ്രൊഫൈൽ ബേസ് ചെയ്ത് ഒരു 50 രൂപയ്ക്ക് ഇറക്കാം. അടുത്ത 2019 മോഡൽ i10 ഗ്രാൻഡ് ആസ്ത. ഏറ്റവും ടോപ്പ് വേരിയന്റ്. സിംഗിൾ ഓണർ. 60,000 കിലോമീറ്റർ. ഒരു റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല. അടുത്ത വണ്ടി ഇന്ത്യ നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ ഏറ്റവും ടോപ്പ് വരെ പുഷ് ബട്ടൺ സ്റ്റാർട്ട്, ടച്ച് സ്ക്രീൻ എല്ലാം വരുന്നതാണ്. എല്ലാ കമ്പനി സ്റ്റോക്ക് കണ്ടീഷനാണ്. സ്റ്റിയറിംഗ് മോഡൽ കൺട്രോൾസ് ഉൾപ്പെടെ എല്ലാം വരുന്നുണ്ട്. റീപ്ലേസ്മെന്റ്സ് ആയിട്ട് ഒന്നുമില്ല. നല്ല ക്വാളിറ്റി വെഹിക്കിളാണ്. കമ്പനി സ്റ്റൈലുള്ള കുഴപ്പമില്ല. നല്ല വണ്ടി. നല്ല ടയേഴ്സും ഉണ്ട്. പുതിയ ടയർ ഇട്ടേക്കുവാണോ? അതെ. ടയർ അലോയ്സ് എല്ലാം ഉള്ള. ഇതിലെ ഈ ഐറ്റം ഗ്രാൻഡ് ഏറ്റവും ടോപ്പ് ഉണ്ട്. ഇതിനപ്പുറം വേറെ വേരിയന്റ് ഇല്ല. ഇതാണ്. ഈ ടയറേ നമ്മൾ മാറിയതാണോ അതോ അവർ കൊണ്ടുവന്നപ്പോഴേ ഈ എക്സ്ചേഞ്ച് ചെയ്യുമ്പോഴേ ഇങ്ങനെ തന്നെ ആയിരുന്നോ? ഓക്കെ. എത്ര ചോദ്യം? നമ്മൾ 485 ചോദിക്കുന്നത്. 485 ചോദിക്കും. നമുക്ക് ഫുൾ ലോൺ വേണം ചെയ്ത് കൊടുക്കാം. ഇറങ്ങിയപ്പോൾ ഇതിന് എന്തുണ്ടായിരുന്നു വില? 9 സംതിങ് ഉണ്ടായിരുന്നു. അടുത്ത സ്വിഫ്റ്റ് VXi ആണ്. 2021 മോഡല്. സിംഗിൾ ഓണർഷിപ്പ്. വെറും 20,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടിയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ സ്വിഫ്റ്റ് കുറച്ച് മാർക്കറ്റ് കയറി വരുന്ന സമയമാണ്. കാരണം ഇപ്പോഴത്തെ നമ്മളെ 3 സിലിണ്ടറാണ് ഇപ്പോൾ ന്യൂ ഇറങ്ങുന്നത്. ആൾക്കാർ ഇപ്പം എല്ലാം നമ്മളെ ഈ ഷേപ്പിലോട്ടാണ് എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ ഒരു കാരണമല്ലേ? ഒരുപാട് പേര് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന നമ്മളെ സുഹൃത്തുക്കൾ ആൾക്കാരുണ്ട്. അവരെ സത്യം പറഞ്ഞാൽ അവരെ വീട്ടിലേക്ക് എടുത്തപ്പോൾ പോലും പുതിയ എടുക്കുന്ന പഴയ സ്റ്റോക്കാണ് നോക്കിയെടുത്തത്. അതാ പറഞ്ഞ ഇപ്പൊ അത് സ്വിഫ്റ്റ് പുതിയ എടുക്കാതിരിക്കാൻ ഒരു കാരണം അതും കൂടിയായി. തീർച്ചയായിട്ടും. അല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ ഷേപ്പ് നല്ലൊരു സൂപ്പർ ലുക്കാ. പക്ഷെ എഞ്ചിനെ മാറ്റാനാണെങ്കിൽ സൂപ്പർ ആയിരുന്നു. ഇത് എങ്ങനെ ചോദ്യം? എങ്ങനെ 6 രൂപ ചോദിക്കുന്നത്. നെഗോഷ്യബിൾ ആണ്. ഏത് മോഡലായിരുന്നു ഇത്? 2021 മോഡൽ. 21 VXi അല്ലേ? VXi. റീപ്ലേസ്മെന്റ്സ് ഒന്നുമില്ല. പക്ക. അടുത്ത ഏറ്റവും പുതിയ വണ്ടി എവിടെ കാണാൻ ഏറ്റവും ലേറ്റസ്റ്റ് വെഹിക്കിളാണ്. വെറും 5 മാസത്തെ പഴക്കമുള്ള ഈ വർഷത്തെ വണ്ടിയാണ്. 2024 വണ്ടിയാണ്. വെറും 2000 കിലോമീറ്ററിനകത്ത് വണ്ടി ഓടിയിട്ടുള്ളൂ. 2000 തയ്ച്ചിട്ടില്ല. വേറെ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് വേരിയന്റ് ഏതാ? ടോപ്പ് എൻഡ് XV ഓട്ടോമാറ്റിക് ആണ്. അപ്പൊ അഡീഷണൽ ആയിട്ട് ഒന്നും ചെയ്തോ നമുക്ക് ചോദിക്കേണ്ട ആവശ്യമില്ല. ടോപ്പ് എൻഡ് ബാക്ക് സീറ്റുകളിൽ പൊട്ടിച്ചിട്ടില്ല. അതിപ്പം ഇത് നമുക്ക് വിശ്വസിക്കാം. കാരണം പറഞ്ഞാൽ 2000 കിലോമീറ്റർ പോലും ഓടാത്തൊരു വണ്ടി ആകുമ്പോൾ സീറ്റ് കവർ പൊട്ടിക്കത്തില്ല എന്ന് പറഞ്ഞാൽ ഓക്കെ, സമ്മതിച്ചു.
ടയേഴ്സൊക്കെ ടയേഴ്സ് 1500 കിലോമീറ്റർ ടയേഴ്സ് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, വണ്ടിക്ക് വേറെ അപാകതകൾ ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. എത്രയാ ചോദിക്കുന്നത്? ഇത് നമ്മൾ 8.75 ചോദിക്കുന്നത്. ഇറങ്ങിയപ്പോൾ എന്തോ ഉണ്ടായിരിക്കും? 11 സംതിങ് ഉണ്ടായിരുന്നു. ഇത് പെട്രോളോ ഡീസലോ? പെട്രോൾ. മൈലേജ് ഒക്കെ ഏകദേശം എങ്ങനെ? മൈലേജ് ഉണ്ട്. മൈലേജ് ഇങ്ങനെ ഒരു 15-17 ഒക്കെ കിട്ടും. അടുത്ത ക്രിസ്റ്റ. ഇത് വണ്ടി 2017 മോഡലാണ്. സെക്കൻഡ് ഓൺഷിപ്പ്, ഒറിജിനൽ കേരള വണ്ടി, ഫുൾ പക്ക കമ്പനി സർവീസ്. 2,60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. വേറെ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. ഫുൾ പക്ക കമ്പനി സർവീസ് വണ്ടി. ഈ ടൊയാറ്റോയുടെ വണ്ടി ആയതുകൊണ്ട് 2,00,000 കിലോമീറ്റർ എന്നുള്ളത് നമുക്ക് വലിയ പ്രശ്നമായിട്ട് പറയത്തില്ലല്ലേ? വലിയ പ്രശ്നമല്ല, ഒരു പ്രശ്നമല്ല. ഇല്ല, വേറെ ഏതെങ്കിലും ഒരു കമ്പനിയുടെ വണ്ടിയാണെങ്കിലേ 2,00,000 കിലോമീറ്റർ ആൾക്കാർ ഏങ്ങും. ഇവിടെ നമ്മളെ ടൊയോട്ട, നമ്മളെ ക്രിസ്റ്റ അല്ല, ഇനോവ നമ്മൾ ഏകദേശം ഒരു 7 ലക്ഷം കിലോ ഓടിക്കുന്ന വണ്ടി കൊടുത്തിട്ടുണ്ട്. ടയേഴ്സ് ഒക്കെ കൊള്ളാം, നല്ല ടയർ. റീപ്ലേസ്മെന്റ്സ് ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല, കറക്റ്റ് പക്ക സർവീസാണ്. എങ്ങനെ ചോദ്യം? നമ്മൾ 16 ലക്ഷമാണ് പ്രതീക്ഷിക്കുന്നത്. 16 ലക്ഷം. ഇറങ്ങിയപ്പോൾ എന്തുമായിരിക്കും? ഇറങ്ങിയപ്പോൾ വന്നിരിക്കുന്നത് ഒരു 20 സംതിങ് ആറേഞ്ച് ആണെന്ന് തോന്നുന്നു. പക്ഷേ ഇപ്പോഴത്തെ അങ്ങനെയല്ല, ഇപ്പം 45-48 രൂപ വരുന്നുണ്ട്. അത് വണ്ടിക്ക് അതിൻ്റെതായ ഒരു വ്യത്യാസം വരില്ലേ? ഈ വണ്ടി ഇറങ്ങിയപ്പോൾ എന്തുമായിരിക്കും വില? 30 രൂപ അറേഞ്ച് അടുപ്പിച്ചെന്തായിരിക്കും. അത്രയും വരും അല്ലേ? ഇത് മൈലേജ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? 12-15 ഓട്ടിക്കുന്ന നടക്ക്. ഇത് നമുക്ക് പെർമിറ്റ് വേണമെങ്കിൽ പെർമിറ്റ് ആയിക്കോട്ടെ, എങ്ങനെയാണ് ചെയ്യാം. ടാക്സി അവരുടെ സൗകര്യം അത് പ്രത്യേകിച്ച് ചാർജ് അങ്ങനെ വല്ല എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഈ ഇല്ല തന്നെ ചെയ്തു. നമ്മൾ വിൽക്കുന്ന ആ ഒരു വില. ഇത് ട്രിവാൻഡ്രം KL0 രജിസ്ട്രേഷനോ. അടുത്ത ഈക്കോ. ഇത് വണ്ടി ഈക്കോ AC ആണ്. നമുക്ക് വെറും 30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓൺഷിപ്പാണ്. വേറെ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. വണ്ടി ഒറിജിനലി വരുന്ന 5 സീറ്റാണ്. പിന്നെ ഇതിൽ ബാക്ക് നമുക്ക് 2 സീറ്റ് എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു 9 പേർക്കൊക്കെ ഒരു ഇന്നോവ പോകുന്ന സെയിം യൂസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇന്നോവ അല്ല എന്നുള്ളതേ ഉള്ളൂ അല്ലേ? അതെ. ഇങ്ങനെ ഇന്നോവയിൽ കൂടുതൽ ആൾക്കാർ സെറ്റ് എടുക്കണ്ട, ഇങ്ങനെ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവർ ഫാമിലി യൂസ് ചെയ്യുന്നുണ്ട്, അവരെ ആൾ ഉള്ളതുകൊണ്ട് അവരെങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട്. ഫിറ്റിംഗ്സിൻ്റെ ബാക്ക് കയറ്റിയ ഫ്രണ്ടിൽ എല്ലാം ഉള്ള ഫുൾ സ്റ്റെപ്പെല്ലാം ഒരുപാട് ഫിറ്റിംഗ്സ് ചെയ്തിട്ടുണ്ട് അവർ. ഓക്കെ, എത്ര ചോദ്യം? ഇത് നമ്മൾ 4.75 ചോദ്യം. റീപ്ലേസ്മെന്റ്സ് ആയിട്ടൊന്നുമില്ലല്ലോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, പക്ക. ടയേഴ്സൊക്കെ കൊള്ളാം, നല്ല ടയേഴ്സാണ്. ഫിറ്റിംഗ്സിന് നല്ല എമൗണ്ട് ഫിറ്റിംഗ്സ് ഉണ്ട് ഈ വണ്ടിയിൽ. തുടക്കം ഇറക്കുമ്പോൾ നമുക്ക് എത്ര രൂപയുടെ ചിലവ് വരും? ഒരു 50 രൂപ ഇറക്കാം. 50 രൂപ. 5 വർഷമൊക്കെ ലോൺ കിട്ടുമോ? കിട്ടും. 5 വർഷം നമുക്ക് ട്രാക്കോളിന് 7 വർഷം കൊടുക്കുന്ന ഫിനാൻസ് ഉണ്ട്. അങ്ങനെയുണ്ട്. മോഡൽ വണ്ടിയിലാണ് ചെയ്യാൻ പറ്റും. അടുത്തതായി 2022 മോഡൽ ഹ്യുണ്ടായി i10 ഗ്രാൻഡ് ന്യൂസ്. വെറും 9,000 കിലോമീറ്റർ, സിംഗിൾ ഓൺഷിപ്പ്. ഈ ടോപ്പ് എൻഡ് ആസ്ത, ടോപ്പ് എൻഡ് ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടി. പുഷ്പട സ്റ്റാർട്ട് എല്ലാം വരുന്ന വണ്ടി. സീറ്റ് വരെ നോക്കി എല്ലാം നല്ല പ്രീമിയം ചെയ്തിട്ടുള്ള വണ്ടി. അതൊക്കെ പ്രത്യേകം ചെയ്തതാണ്. റീപ്ലേസ്മെന്റ്സ് ആയിട്ട് ഒന്നുമില്ല, അറിയാം. എന്നാലും മനസ്സിലായി. പക്ക ഒന്നും പറയില്ല. ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടി, നല്ല ക്വാളിറ്റി മെയിൻറ്റൈൻഡ് ആണ്. 9,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ജെനുവിൻ കിലോമീറ്റർ, പക്ക സർവീസ് ഹിസ്റ്ററി എല്ലാം ഉള്ളത്. എത്ര ചോദ്യം? ഇത് നമ്മൾ 7.40 ആണെങ്കിൽ നമുക്ക് കൊടുക്കാം. ഇത് മൈലേജ് ഒക്കെ എന്തായിരിക്കും? 15-17 ആറേഞ്ച്. പെട്രോൾ. വേറെ അപാകതകൾ വേറെ പറയത്തൊക്കെ ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. റീപെയിന്റ് വല്ലതും കയറിയിട്ടുണ്ടോ? ഇല്ല, പക്ക ഒന്നും കയറിയിട്ടില്ല. ആ വണ്ടി എങ്ങനെ വന്നോ അങ്ങനെ ഇപ്പോൾ. എത്ര രൂപ ഇറക്കാം? 50 രൂപ ഇറക്കാം. മാക്സിമം ട്രാക്ക് ഉണ്ടെങ്കിൽ നല്ല മാക്സിമം കയറുമല്ലോ. അല്ല, ഇത് ഇത്രയും പുതിയതായതുകൊണ്ടാണ് ഫുൾ ലോൺ കയറൂ. ട്രാക്ക് ഉണ്ടെങ്കിൽ നമുക്ക് മാക്സിമം നോക്കാം, പറ്റും. അടുത്തതായി 2015-16 മോഡൽ വാഗണർ LXi ആണ്. AC പാസഞ്ചർ, ഫ്രണ്ട് ടൂർ പവറിൻ്റെ ആണ് ഈ വണ്ടിയിൽ വരുന്നത്. വണ്ടി കൊള്ളാത്ത നല്ല ക്വാളിറ്റി ഉണ്ട്. എത്ര ഓടി? 60,000 കിലോമീറ്റർ. 60. ഈ ടച്ച് സ്ക്രീൻ ഒക്കെ പ്രത്യേകം ചെയ്തതാണ്? അത് എക്സ്ട്രാ ചെയ്തിട്ടുള്ളതാണ്. ആൻഡ്രോയിഡ് സെറ്റ്. ടയേഴ്സൊക്കെ അത്യാവശ്യം വണ്ടി ഓട്ടിക്കാൻ നല്ല സൂപ്പർ ഡീപ്പുണ്ട്. ഇന്റീരിയലൊക്കെ കുഴപ്പമില്ല. സീറ്റ് കവറൊക്കെ കൊള്ളാം. അപാകതകളായിട്ട് എന്തെങ്കിലും ഉണ്ടോ? വണ്ടി മിസ്റ്റേക്ക്, ഇടി അങ്ങനെ എന്തെങ്കിലും? ഇടിയായിട്ടില്ല, പക്ഷേ ഫ്രണ്ട് ഗ്ലാസ് മാറിയിട്ടുണ്ട്. ഫ്രണ്ട് ഗ്ലാസ് ആണോ? ഫ്രണ്ട് ഗ്ലാസ്. ബോണറ്റിന് വല്ല കുഴപ്പമുണ്ടോ? ബോണറ്റ് മാറിയിട്ടില്ല. ബോണറ്റ് കുഴപ്പമുണ്ടെങ്കിൽ നമ്മൾ അതൊന്ന് പൊക്കി കാണിക്കാൻ പറയാം. വേണോ? അല്ല, ഗ്ലാസ് മാത്രമല്ലേ വേളൂ. ബോണറ്റിന് കുഴപ്പമില്ലെന്നുണ്ടെങ്കിൽ വേറെ ഇടിയായിരിക്കത്തില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ അത് വേണ്ടെന്ന് പറയുന്നത്. എത്ര ചോദിക്കുന്നത്? നമ്മൾ 3.10 പ്രതീക്ഷിക്കുന്നത്. ഓൾമോസ്റ്റ് ഫുൾ ലോണും കയറുന്നുണ്ട്. അപ്പോഴേ നമ്മളെ വീഡിയോ വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം അവസാനിക്കുകയാണ്. ചിരിക്കൂട്ടാണ് എൻ്റെ കയ്യിൽ വന്നാൽ കുറഞ്ഞ വിലയുള്ള വണ്ടികൾ കിട്ടുമെന്ന് പറഞ്ഞവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഞാൻ വന്നു. എനിക്ക് തന്ന വണ്ടികളാണ് ഞാനിപ്പോൾ നിങ്ങളെ മുന്നിലേക്ക് എടുത്ത് കാണിച്ചു തന്നിട്ടുള്ളത്. പിന്നെ ചേട്ടൻ പറയുന്നതെന്ന് പറഞ്ഞാൽ
വില കൂടിയ അതായത് മോഡൽ കൂടിയ വണ്ടികളാണ് കാണിക്കുന്നതെങ്കിലും ബാക്കി ഷോപ്പുകളിൽ പറഞ്ഞതിനേക്കാളും മാന്യമായ വിലയാണ് ഞാൻ പറയുന്നത് എന്നുള്ളൊരു വാഗ്ദാനത്തിലാണ് ഞാനിപ്പോൾ ഇത്രയും പുതിയ വണ്ടി വെച്ചാൽ പുതിയ സ്റ്റോക്ക് വന്നതാണ്. പഴയ സ്റ്റോക്കുകൾ വലുതായിട്ട് ഇല്ല, വളരെ കുറച്ച് വണ്ടിയേ ഉള്ളൂ. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് നല്ല വണ്ടികൾ നോക്കി നിങ്ങളെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. പിന്നെ വന്നതല്ല ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള വണ്ടികളാണ്. അപ്പോൾ എടുക്കാൻ താല്പര്യപ്പെടുന്നവരെ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. വീഡിയോയിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലായിട്ട് നമ്പേഴ്സും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തിരിക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ട് കാണും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.